4, 5 വാക്യവും 8 വാക്യവും ഒന്ന് വായിച്ചത്. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു, ഉരുവാനല്ല. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടും ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതെ, ഒരു സബ്ജക്റ്റ് ഒന്നുകൊണ്ട് വായിച്ചതേ ഉള്ളൂ. ഒടുവിൽ വായിച്ച വാക്യം നോക്കി കേട്ടാൽ അല്പം കാര്യം പറയാനേ നേരമുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിന്റെ കൂടെ വസിപ്പാൻ എന്ന് പറഞ്ഞാൽ താമസിക്കുവാൻ, പാർക്കുവാൻ ആദ്യം ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഇഷ്ടം പാരീസിൽ പാർക്കാനും അമേരിക്കയിൽ പാർക്കാനും ജർമ്മനിയിൽ പാർക്കാനും ഇംഗ്ലണ്ടിൽ പാർക്കാനുമല്ല. ഞങ്ങളുടെ ഇഷ്ടം ഈ ശരീരം വിട്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർക്കേണ്ടത് കർത്താവിന്റെ കൂടാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസി കർത്താവിനോട് ജീവിക്കാൻ ഇറങ്ങിച്ചിരിക്കുന്നത് ഭൗതിക സുഖങ്ങൾക്കല്ല. ഇതിൽ ദുഃഖവും സങ്കടവും കഷ്ടതയും വേദനയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെടുന്നു. കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കൈപ്പണിയല്ലാത്തതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. വിശ്വാസി ഭൂമിയിലുള്ളത് അഴിഞ്ഞു പോകും, സ്വർഗത്തിലുള്ളത് അഴിയത്തില്ല. നമ്മുടെ പ്രത്യാശ എന്താണ്? ഇവിടെ വീടുണ്ടാക്കാനോ കാറുണ്ടാക്കാനോ സമ്പത്തുണ്ടാക്കാനോ എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. പോസ്പെറ്റ് തിയോളജിയുടെ അടിമുടി എതിർത്ത് തന്നെ ഞാൻ പറയുന്നു. സാമ്പത്തിക സൗകര്യമല്ല രക്ഷയ്ക്ക് നിദാനം. കഷ്ടമനുഭവിച്ച ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കുന്നതാണ് രക്ഷയ്ക്ക് നിദാനം. ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്നതല്ല അതേ രക്ഷയുടെ അടിസ്ഥാനം. അതേ ദൈവത്തിൽ പ്രത്യാശ വെച്ച ദൈവമക്കൾ സൽപ്രവർത്തിക്കാനായി തിരുവനന്തപുരം കാണപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചന അടിസ്ഥാനം. സ്വതം പറഞ്ഞാൽ വിരോധമില്ല, സ്വതം പറഞ്ഞില്ലെങ്കിലും വിരോധമില്ല. അപ്പോൾ ഇവിടെ പൗലോസ് ആ കാര്യം അടുക്കിന് പറഞ്ഞു വരിക. എന്തിന് ഞങ്ങൾ ജീവിക്കുന്നു, എന്ത് ഞങ്ങൾ ചെയ്യുന്നു? ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം സൗഭാഗ്യത്തിന്റെ മണിത്തൊട്ടിൽ അമ്മാനമാടുകയല്ല. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സൗഭാഗ്യമോ സമ്പൽ സമൃദ്ധിയോ ലക്ഷറി കാറുകളോ അല്ലെങ്കിൽ വീടുകളോ ഇതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഈ കൂടാരത്തിൽ ഈ ഭൂമിയിലിരിക്കുന്ന കാലം അത്രയോ ഞങ്ങൾക്ക് ഭാരവും വേദനയോ ഞരക്കവോ സങ്കടവും ഉണ്ട്. വിശ്വാസിയുടെ അവകാശം ഇവിടെ എന്താണെന്ന് വിശ്വാസി അറിയണം. നമ്മുടെ ജീവിതം സിനിമ സ്റ്റൈലല്ല, നമ്മുടെ ജീവിതം പാരീസ് മോഡലുമല്ല. നമുക്ക് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്, നമുക്കൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടം അനുഭവിപ്പാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്റെ വിഷയം അതാണ്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതേ ഞങ്ങൾ ഭാരവും ഞരക്കവും വേദനയും ഉള്ളവരാ. എന്നാൽ ശരീരം വിട്ട് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഭാരമില്ല, വേദനയില്ല, കഷ്ടമില്ല, സങ്കടമില്ല, ദുഃഖമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ജീവിതത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന സകല ഘട്ടങ്ങളെ ജീവിപ്പാൻ ഞാൻ ആത്മാവിൽ ധൈര്യപ്പെടുന്നു. എന്റെ ലക്ഷ്യം അതാണ്. പൗലോസ് പറയാ, എന്റെ ലക്ഷ്യം അതാണ്. ഒടുവിലത്തെ വാക്യം വന്നപ്പോൾ ശരീരം വിട്ട്. ഇപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കഷ്ടം, സങ്കടം, ദുഃഖം, വേദന, ഭാരം, ഞരക്കം എല്ലാ വിശ്വാസിയാന്ന് ഇതുണ്ട്. വിശ്വാസി അല്ലെങ്കിൽ ഇതില്ല. അത് എല്ലാ കാലത്തും പറയാമല്ലോ, അത് കൂടുതൽ പറഞ്ഞുകൊണ്ട് പോകാൻ തേടമില്ല. അപ്പൊ ഒടുവില് പറഞ്ഞത് ശരീരം വിട്ടൊരു ജീവിതമുണ്ട്. വിശ്വാസിക്കും ശരീരം വിട്ട് ജീവിതമുണ്ട്, അവിശ്വാസിക്കും ശരീരം വിട്ട് ജീവിതമുണ്ട്. ഈ ശരീരം വിട്ടാൽ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അതിനെ സംബന്ധിച്ച് അല്പസമയം കിട്ടുന്നത് പറയാൻ ആഗ്രഹിക്കുക. നന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടക്കുകയല്ല. നിങ്ങൾക്കറിയാം, എന്റെ കുറ്റമല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചേ ഒക്കെ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:10 താഴെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എല്ലാവർക്കും കാണാതറിയാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അപ്പോൾ നല്ലതായാലും തീയതായാലും അതിന് തക്കതും വണ്ണം പ്രാപിപ്പാൻ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുൻപില്, അപ്പോസ്തലന്മാരും വിശ്വാസികളോ നമ്മൾ എല്ലാവരും കൂടെ ചെല്ലുന്ന സ്ഥലം ക്രിസ്തുവിൻ ശരീരം വിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നാ. ഇവിടുന്ന് ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യപരിപാടികളുടെ ക്രമം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ജീവിതത്തിൽ ഈ ശരീരം വിട്ടാൽ, രക്ഷിക്കപ്പെടാത്തവൻ ശരീരം വിട്ട് എങ്ങോട്ട് പോകും? മനുഷ്യന്
ആരംഭം ഉണ്ട്. ദൈവം നിത്യന്, ആരംഭമില്ല. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ദൈവത്തിന് നിത്യനാണ്, ആ ഒരു കാരണവശാലും ആരംഭമില്ല. അതാ ദൈവത്തെ സംബന്ധിച്ച്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ആരംഭമുണ്ട്, മനുഷ്യന് ജനനമുണ്ട്, മനുഷ്യന്റെ ജീവിതമുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഉണ്ട്. ഈ ഭൂമിയിലെ നന്മകൾ, വെള്ളവും വായുവും ഭക്ഷണവും വിശ്വാസിയും അവിശ്വാസിക്കും ആവശ്യമാണ്. വീടും ചുറ്റുപാടും ജീവിതമൊക്കെ വിശ്വാസിക്കും അവിശ്വാസിക്കും വേണം. എന്നാൽ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന നമുക്ക് ഈ കാണുന്നതിനെയല്ല, കാണാത്തതിനെയാണ് നമ്മൾ വിശ്വസിച്ച് പാർക്കുന്നത്. ഈ ലോകക്കാരൻ കാണുന്നതിന് വേണ്ടി ജീവിക്കുമ്പോൾ വിശ്വാസി കാണാത്തതിന് വേണ്ടി ജീവിക്കുന്നു. ഈ കാണുന്നത് താൽക്കാലികമാണ്, നമുക്ക് കാണാത്തൊരു നിത്യതയുണ്ട്. അവനിലെ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലനായിരിക്കണമെന്നും എഴുതിയിരിക്കുന്നേ. ദൈവത്തെ സ്തുതിച്ചേ. കാണുന്നതിനെയല്ല, കാണാത്തതിനെയാണ് എന്റെ അത് ആ വിശ്വാസവും പ്രത്യാശവും ഉള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. അവരുടെ അകവലിവുണ്ടല്ലോ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അത് പോകണം. ഈ വിശ്വാസികളായ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറഞ്ഞാൽ ആ ജീവിതത്തെക്കുറിച്ചും ദൈവവും പ്രകാരം ഒന്ന് ശോധന ചെയ്യണം. നിങ്ങളെ ഒരു വാക്യം, ഞാൻ ഈ വാക്യം വായിക്കുന്നത് ഇത് കാണാതെ പറയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. ഈ വാക്യം വായിക്കുന്നത് തിരുവെടുത്തെന്തോ പറയുന്നത് നിങ്ങൾ അറിയേണ്ടത്, എന്റെ അഭിപ്രായമല്ല അറിയേണ്ടത്. 5-ാം അധ്യായം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, അത് സുഖമായിട്ടൊന്ന് വായിച്ചാട്ടെ. സഭാപ്രസംഗി 5:15 ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യന്റെ സ്ഥിതി എന്താണ്, ഇവിടുത്തെ ജീവിതമാണ്, ഇവിടുന്ന് പോകുമ്പോഴെങ്ങനെയാണ്, വായിച്ചാട്ടെ. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ. ഒരു മനുഷ്യനെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം മുതൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന കാര്യവും അവന്റെ ജീവിതവും ജീവാവസാനവും അവന്റെ ഭാവിയും അവന്റെ നിലവാരവും അവന്റെ പ്രത്യാശയും എല്ലാം അത് ഇതിനകത്തുണ്ട്. എന്നാൽ ചില വാക്കുകളെ ഇപ്പോൾ ഓർപ്പിക്കുന്നുള്ളൂ. കുഞ്ഞെ വായിച്ചെടുത്തോട്ട്. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. മനസ്സിലായത്? ഭക്തന്റെയും അഭക്തന്റെയും കാര്യമൊക്കെ പറയുന്നത്. ഇവിടെ വിശ്വാസി അവിശ്വാസി ഒന്നുമില്ല. നിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നിന്റെ കയ്യിൽ ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന്. ശരീരം വിട്ട് കഴിയുമ്പോഴത്തെ കേസാണ് അത്. ഭക്തനും അഭക്തനും ഒരുപോലെ. നിന്റെ പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും സമ്പാദ്യത്തിന്റെയും കുമിഞ്ഞുകൂടുന്ന അതേ പലതിന്റെയും മുൻപിൽ നീ പല പ്രയത്നങ്ങളും പ്രവൃത്തികളും ചെയ്ത് നിൽക്കുന്നല്ലോ. മനുഷ്യ വിചാരിക്കണം, ഭക്തനാകട്ടെ അഭക്തനാകട്ടെ, നിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നീ ഇവിടുന്ന് ഒരു കാശ് പോലും കൊണ്ടുപോകത്തില്ല. അടുത്ത വാക്ക് വായിച്ചേ. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അത് വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. എങ്ങനെ പോകാതിരിക്കുന്നവരൊക്കെ 10 പൈസയും കൊണ്ട് വന്നവരാരും ഇവിടെ ഇരിപ്പില്ല. 10 പൈസയും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും പോകത്തുമില്ല. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് 4 മക്കളും മരുമക്കളും അമേരിക്കയിലുള്ള ഒരു അപ്പച്ചൻ മരിച്ചപ്പോൾ അവിടെ ചെന്നു. ഞാൻ ചില നേരത്തെ ചെന്നു. അമേരിക്കയിലെ ഒരു മോൻ അന്ന് രാവിലെയാണ് ഓടി വന്നത്. അപ്പനെ ഇങ്ങനെ കിടത്തിയേക്കുകയാണ്, ശവപ്പെട്ടി കിടക്കുക. ഇവൻ ഇങ്ങോട്ട് വന്ന ഉടനെ കോട്ടൊക്കെ ഊരി എറിഞ്ഞേച്ച് ഇങ്ങോട്ട് വന്ന് വട്ടം നിൽക്കുന്ന ഒരു ഇങ്ങനെ അധികം പേര് വന്നിട്ടില്ല. എന്നുവെച്ചവനോട് നോക്കുകയാണ്. 14 കാരറ്റ് ഗോൾഡിൽ കണ്ണാടി അയ്യപ്പൻ വെച്ചേക്കുന്നത്. കൂനാന്ന് കിളച്ച് ഇഷ്ടപ്പെട്ടി പിള്ളേരെ വളർത്തി നല്ല നിലയിലാക്കി. അവൻ ആ കണ്ണാടി അങ്ങ് എടുത്തു. എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുവിടെ കാണിക്കുന്നത്? ഈ അച്ഛനതിലും കൊണ്ടല്ലേ നടന്നത്? ഒരു കളിക്കണ്ണാടി പിള്ളേരുടെ കൊണ്ട് വെക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ, നീ എന്നെ കാണിക്കും, അതെന്തോന്നാ ഇത് കൊടുത്തയക്കണോ? അച്ഛൻ അറിയത്തില്ല ഇതിന് വില. 14 കാരറ്റ് ഗോൾഡ്, അതിന് കാശ് വില കൊടുത്ത് വാങ്ങിച്ച കണ്ണാടിയാ. അതിന് നിനക്കെന്നായിരുന്നു? അത് അച്ഛൻ മനോരമ വായിക്കാൻ പോകാന്ന് അങ്ങോട്ട്, ഇത് അങ്ങോട്ട് കൊടുത്തയക്കാന് അല്ലടാ. മനോരമ വായിക്കാൻ പോവല്ല, സകലത ഉണ്ടാക്കി കൊടുത്ത് മാളിക വെച്ച് മക്കൾക്ക് സമ്പാദ്യം കൊടുത്ത് അപ്പനൊരു കണ്ണാടി വെച്ചത് എടുക്കുന്നതിന്റെ കണ്ണിന് ഞാൻ കണ്ടതാ. കുഴപ്പമുണ്ടോ? ഈ വാക്യം വായിച്ചു എടുത്തത് എന്തോ വാക്യം പറ്റേ? നീ ഒന്നും കൊണ്ടുപോകില്ല, വായിച്ച കണ്ണാടിയും കൊണ്ടുപോകില്ല. ഞാനൊരിടത്ത് വേറൊരു ശവടക്കത്തിന് ചെന്നു. ഞാൻ അതവളെ കാണാൻ ചെന്നതാണ്. അപ്പം ശവടക്കത്തിന് ചെന്നപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. മറ്റു വലിയ പബ്ലിക്കൊന്നും കൂടിയിട്ടില്ല. കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്. തലേ ദിവസം ഊരാൻ നോക്കി ഒന്നും വരികയില്ല. എല്ലാ മക്കളും കൂടെ വന്നപ്പോൾ സജഷൻ പറഞ്ഞു, അതിന് കൊടുത്തയക്കേണ്ട കാര്യമില്ല, നമുക്ക് വിരളങ്ങ് മുറിക്കാം. കീറിയേ സ്വന്തം അമ്മയുടെ വിരൽ കീറി മുറിച്ച് മോതിരം ഊരുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീരിറങ്ങി വന്നു. എൻ്റെ ദൈവമേ, ഈ സമ്പാദിച്ചൊക്കെ എന്താ വെള്ളം കൊടുക്കാതെ മക്കൾക്ക് തേടി എല്ലാം ഉണ്ടാക്കി വെച്ച് ആ കൈ കീറിയാ വിട്ടത്, ചത്തിട്ടും വിട്ടില്ല. ഈ വാക്യം ശരിയാണെന്നാ ചോദിച്ചത്.
ഞാനൊരു വചനം വായിച്ചാൽ നിങ്ങളും ചുറ്റുപാടെ കാണുന്നവരാ. ഒന്നും കൊണ്ടുപോകില്ല, തന്നയക്കത്തില്ല, തന്നയച്ചാൽ കുഴിമാടം തോണ്ടി അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഓർത്തോണേ കുഞ്ഞേ, ഇവിടുന്ന് ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. നമുക്കൊരു നിത്യഭവനമുണ്ട്. അവിടെ ചെന്ന് ചേരാനുള്ള പോരാട്ടമാണ് നമുക്ക് വേണ്ടുന്നത്. മറ്റേതൊക്കെ അധികപ്പറ്റാണ്, അതൊടുവിൽ അനാപത്താണ്. ഈ വാക്ക് വളരെ ശ്രദ്ധിച്ചോണം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി വന്നു, അതേ തിരിച്ചു പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായി പോകുന്നു. നീ സമ്പാദിച്ചുണ്ടാക്കിയത് ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന് എല്ലാ വിശ്വാസികളും അവിശ്വാസികളും ഓർത്തോണേ. ഒന്നും കൊണ്ടുപോകില്ല. ലോകത്തിലെ കോടീശന്മാരോ ധനാഢ്യന്മാരോ അല്ലെങ്കിൽ സമ്പാദിച്ചവർ ആരെയും വല്ലതും കൊണ്ടുപോയി നിങ്ങൾക്കറിയാമോ? പഴന്തൊടി പുതപ്പിച്ച് അങ്ങോട്ട് വിടുകയാണ്. തോന്നുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ഒക്കെ വിടും. നല്ല ആഡംബര ഭ്രമത്തിലൊക്കെ നടന്ന പുള്ളികളൊക്കെ അതോട് നല്ല പെട്ടിയൊക്കെ വെച്ച് നല്ല ബന്ധക്കോസുകാരാക്കി കാതിലേതൂരി കഴുത്തലേതൂരി കയ്യിലേതൂരി നല്ല സുന്ദരമായി വെള്ളത്തുണി വിരിച്ച് അതുവരെ എതിർപ്പായിരുന്നെങ്കിലും അങ്ങനെ വിടത്തുള്ളൂ. ഒരു കാര്യം ശരിയാ, ഇപ്പം കുണുങ്ങി ഞങ്ങൾക്ക് നടന്നാലും ഇത് ഒന്നും തരത്തില്ലെന്നുള്ളത് ഇപ്പോഴേ ഒന്ന് ഓർത്തിച്ച് ദൈവത്തെ സേവിച്ച് പോകാൻ നോക്കുക കുഞ്ഞെ. നല്ലത് അമ്മച്ചി സഹോദരി, അതാ നല്ലത്. ഇതൊക്കെ അനുഭവങ്ങളല്ലേ. അതുകൊണ്ട് എന്ത് ഭംഗിയാക്കി ഇവിടുന്ന് യാത്രയാക്കിയെന്ന് അറിയാമോ? ഇതിന് നല്ല പ്രാവിനെ വെച്ച് നല്ല വെള്ളത്തുണി അതിന്റെ പുറത്ത് 5-6 വിരിച്ച് ഇങ്ങനെ അങ്ങോട്ടങ്ങ് വിടും. പോക്ക നിനക്ക് ദൈവാശ്രയവും സ്വർഗത്തിൽ സമ്പാദ്യവും ഇല്ലെങ്കിൽ നിന്റെ പോക്ക് എവിടെ ചെല്ലുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. യേശു പറഞ്ഞത്, പുഴിവൻ തുരുമ്പം കള്ളന്മാർ കിടക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങളുടെ സമ്പാദ്യം വയ്ക്കാതെ, പുഴിവൻ തുരുമ്പം കള്ളന്മാർ കിടക്കാതെ ഈ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം സ്വരൂപിച്ചോളാനാ പറഞ്ഞത്. കെ ചെറിയാന്റെ ഉപദേശമല്ല കർത്താവ് ലോകത്തിൽ വന്ന് ഇതാ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അതുകൊണ്ട് നീ സമ്പാദിച്ചത് കൊണ്ടുപോകുകയില്ല, നീ സമ്പാദിച്ചിട്ടിട്ട് പോകും. ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. ഇനി മരണം, ജീവിതം അങ്ങ് പറഞ്ഞങ്ങ് ചുരുക്കി അങ്ങ് പറയുക. കഷ്ടതയും ദുഃഖവും സന്തോഷവും സന്താപമുള്ള ജീവിതം, അത് മരിക്കുമ്പോൾ അത് എങ്ങോട്ടാ പോകുന്നെന്നുള്ള വിശ്വാസി മരണാനന്തരം എങ്ങോട്ട്? പഴയ നിയമ പുതിയ ഭക്തന്മാർ എങ്ങോട്ടാ പോകുന്നത്? കാര്യമൊക്കെ അറിയാം എങ്ങാണ്ടാന്നല്ല. ഇത് കറക്റ്റ് അങ്ങ് തെളിയിച്ച് തരാമായിരുന്നു. നിലവുണ്ടെങ്കിൽ നമുക്ക് പഴയ നിയമം ഒന്ന് എടുത്താട്ടെ. മരണാനന്തര വിശ്വാസിയുടെ ജീവിതയാത്ര എങ്ങോട്ട്? ഭക്തനും അഭക്തനെയും തിരിച്ചങ്ങ് പറയുന്ന ചുരുക്കം വാക്കുകളിൽ 90-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് നമ്മുടെ ആ തിരുവെഴുത്തിൽ മോശ പറഞ്ഞ വാക്ക്, സഹോദരൻ അഹരോന്റെ മരണം സമയം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്നാ പറയുന്നത്. നീ മർത്യനെ എന്നോ ചെയ്യാൻ പോവുകയാണ്. ജീവിതം കഴിഞ്ഞു, ഇവിടുത്തേതൊക്കെ തീർന്നു. പിന്നെ മർത്യൻ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ മനുഷ്യൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നവനല്ല. നിന്റെ തൊഴുത്തിൽ അല്ലെങ്കിൽ നിയോഗത്തിൽ കാണുന്ന ജന്തുക്കളോ കന്നുകാലികളോ പോലല്ല നമ്മുടെ ജീവിതം. അതൊക്കെ ചത്തൊടുങ്ങുമ്പോൾ നിനക്കൊരു ട്രാൻസ്ഫറാണ് ഇവിടുന്ന് വെച്ചേക്കുന്നത്. എനിക്കും നിനക്കും ഇവിടുന്ന് ഒരു മാറ്റം വെച്ചേക്കുന്നത്. ഇവിടെ കിടക്കുകയല്ല, സമയം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മാറ്റും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുമോ? മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാർ. അത് ദുഷ്ടനും നീതിമാനും ഉള്ളതാണ്. പൊടിയിലേക്ക്, ശരീരം മണ്ണിലെടുത്തത് മണ്ണിലേക്ക് തിരികെ ചേരുക, അങ്ങോട്ടങ്ങ് പോവുക. ആ തിരികെ ചേരുന്ന ശരീരത്തിന് അവിടം കണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വാചകമില്ലേ എനിക്ക് ബുദ്ധിമുട്ട്. മനുഷ്യപുത്രന്മാരെ മണ്ണിൽ കിടക്കുന്ന പൊടിയായി പോയ മനുഷ്യരെ വിളിക്കുകയാണ്. പെന്തക്കോസുകാരെ എന്നല്ല വിളിച്ചത്, പിന്നെ ക്രിസ്ത്യാനി എന്നല്ല വിളിച്ചത്. ക്രിസ്തുവിൽ ജീവിച്ച് ഭക്തിയോടെ മരിച്ച ഭക്തന്മാരെ വിളിക്കുമ്പോൾ അവർ സ്വർഗത്തിലുള്ള സംബോധന എന്താണ്? മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരിച്ചുവാ. എവിടെ? കല്ലറകളിൽ കിടക്കുന്നവർ തിരിച്ചു വരുവാൻ ഒരു അവസരമുണ്ട്. അത് ഭക്തന്മാർക്കുള്ളതാണ് ആദ്യത്തേത്. ഇതിന് വേദപുസ്തകത്തിലെ 12-ാം അധ്യായം യോഹന്നാനിലെ 2-ാം വാക്യം വളരെ ക്ലിയറായി പറയുന്നു, നിലത്തെ പൊടിയിൽ നിദ്ര. പള്ളിമത്തെ കിടന്നവനാണ്, സുഖഭോഗിയാണ്. പക്ഷേ നിന്റെ അടുത്ത കിടക്ക നിലത്തെ പൊടിയില്ല. ശരിയല്ലേ ഇത്? കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ 29-ലും പറഞ്ഞിരിക്കുന്നത്, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം, മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കയോ? നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ശരിയായ കാര്യമാണ്. നീതികെട്ടവർക്ക് നീതിമാർക്കാർക്ക് പുനരുദ്ധാനമുണ്ട്. വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കല്ലറകളിൽ മണ്ണിൽ അഥവാ പൊടിയായത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. എന്നാൽ ഒരു കാര്യം നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വാനവിരിവിൽ വരുമ്പോൾ മനുഷ്യപുത്രന്മാരെ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ മൺകൂടാരങ്ങളിൽ നിന്ന് വേർപെട്ട ആത്മാവ് വന്ന് അതേ പുനരുത്ഥാനത്തിൽ തേജശരീരമാക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലും. അതവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിന്റെ 10-ാം വാക്യം, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് പെട്ടെന്ന് അങ്ങ് തീരും.
അത് വേഗം തീരും. പിന്നെ ഞങ്ങൾ കുഴി പോകുമെന്നല്ല, 3-ാം വാക്യത്തിൽ മണ്ണി പോകും, കല്ലറ പോകും, കുഴി പോകുമെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ 10-ാം വാക്യം പറയുന്നു അത് വേഗം തീരുകയോ ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഭക്തന്മാർ പറന്നു പോകുന്നു. എവിടാ പോകുന്നേ? ഇതൊക്കെ ഓർക്കുമ്പോഴാണ് പ്രത്യാശ വർദ്ധിക്കേണ്ടത്. ഇവിടെ കിടന്ന് സ്വർഗാനായി കിടങ്ങുമല്ല, കുഴിമാടത്തിൽ കിടക്കുകയല്ല, കട്ടിക്കടയിൽ ലീക്കുകയല്ല, 41 ദിവസം വെട്ടിവെച്ച് വിളക്കും വെച്ചാൽ അവിടെ ആള് കറങ്ങത്തില്ല. അതാ വളരെ ഓർക്കേണ്ടത്. അവിടെ പറയുന്നു ഞങ്ങൾ പറന്നു പോകും. എവിടെ പറന്നു പോകും? അവിടെ എവിടെയോട്ടാ പോകുന്നില്ല. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ് അതിൽ ഉത്തമമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 12-ാം അധ്യായം സഭാപ്രസംഗിയുടെ 12-ാം അധ്യായം 5-ഉം 7-ഉം വാക്യം നിങ്ങൾ വായിച്ച് അതൊന്ന് ക്ലിയർ ആക്കിക്കാട്ട്. എവിടോട്ടാ പറന്നുപോക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇവിടെ വായിച്ചൊന്ന് വേഗം വായിച്ച്. ഒരാള് തന്നെ ഇരുന്ന് വരും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കൊരു ഫലിക്കാതെ. ഒന്നും വായിക്കണ്ട, 5-ഉം 7-ഉം വായിക്കാനല്ലേ പറഞ്ഞു. പണ്ട് പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് ശരീരം തിരിച്ചു ചേരും. അടുത്തത് ആത്മാവ് അതിനെ അയച്ച ദൈവത്തിന്റെ അടുക്കൽ ചെല്ലോ. അയച്ച ദൈവത്തിന്റെ അടുക്കൽ ആത്മാവും മണ്ണിലെടുത്ത പൊടി മണ്ണിലേക്കും. ഇത്രയുള്ളോ ഭക്തന്മാരുടെ വലിയ അവസാനത്തിൽ ഇവിടുന്ന് വേർപെട്ടാൽ അവിടെ ആ വായിച്ച 5-ാം വാക്യത്തിനകത്തെ ഒരു വാചകം ഞാൻ പ്രത്യേകം ഉദ്ദേശിച്ച ഒരു വാചകം അവിടെയുണ്ട്. മനുഷ്യർ തന്റെ ശാശ്വത ഭവനത്തിൽ ചെല്ലും. കുഞ്ഞെ, നിന്റെ ശാശ്വത ഈ രൂപ ആരുടെയും ശാശ്വത ഭവനമല്ല. ഒരു തിരമാല അടിച്ചാൽ ഭൂമി കുലുങ്ങിയാൽ ഒരു പിടിയും മേളി നിൽക്കത്തില്ല, താഴെ വരും. എന്നാൽ നിന്റെ ശാശ്വത ഭവനം, എന്റെ ശാശ്വത ഭവനമുണ്ടല്ലോ, എന്റെ കർത്താവ് പറഞ്ഞ വീട്ടില്, ഈ അനർത്ഥമില്ലാത്ത വീട്ടിൽ നമുക്ക് ചെല്ലാം. ശാശ്വത ഭവനത്തിൽ പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം. അവിടെ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ച് എങ്ങോട്ട് പോകും? നമുക്ക് നല്ല നിശ്ചയം വേണം. വിശ്വാസികളുടെ കാര്യം ഓർത്തിട്ട് വേണമല്ലോ അവിശ്വാസികളുടെ കാര്യം. നമ്മൾ ശാശ്വത ഭവനത്തിൽ ചെല്ലും, കർത്താവിന്റെ അടുക്കൽ ചെല്ലും, ദൈവത്തിന്റെ അതേ സന്നിധിയിൽ അവിടെ തന്നെ വിശ്വാസം. പഴയ നിയമമാണല്ലോ ഞാനിപ്പോ സംസാരിച്ചത്, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ. പുതിയ നിയമത്തിൽ കിടന്നാട്ട് ഏത് ഉപദേശം എടുത്താലും രണ്ടും കൂടെ ഒരുപോലെ തെളിഞ്ഞെങ്കിലേ അത് തെളിവാകത്തുള്ളൂ. നമുക്ക് 1-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം 21-ാം വാക്യം എന്താ വായിക്കുന്നത്? കാണാതെ നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ ഞങ്ങൾ, അപ്പോസ്തലന്മാരുടെ കാര്യമാണ്, വിശ്വാസികളുടെ കാര്യമാണ്, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിന്റെ കൂടെ വസിപ്പാൻ താമസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അധികം ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ അടുക്കൽ ചെന്ന് താമസിക്കാനായി എനിക്ക് ഇഷ്ടമെന്ന വിശ്വാസമുള്ള ദൈവമക്കളെ കരമൊന്ന് ഒരു സമർപ്പണമാണിത്. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലുമായ അസുഖം വിട്ടാൽ മതി, എന്റെ കർത്താവിനെ അവന്റെ അടുക്കൽ ചെന്നാൽ മതി എന്ന ഭക്തിയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ സർവ്വകാലത്തോടെ ആഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനമായി. അപ്പോൾ എവിടെ ചെല്ലും? കർത്താവിന്റെ അടുക്കൽ, അയച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലും. അപ്പോൾ ഞാൻ കൊരിന്ത്യലേഖനത്തിലെ വാക്യം വായിച്ചല്ലോ, ശരീരത്തിൽ ആത്മാവ് വേർപെട്ട് ക്രിസ്തുവിനോട് കൂടെ താമസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇതാണ് ചുരുക്കി എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ നില. എന്നാൽ ഈ പാപികളും ദൈവത്തെ അറിയാത്തവരും രക്ഷിക്കപ്പെടാതെ ഒരാത്മാവെങ്കിൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, നിന്നോടുള്ള ദൈവത്തിന്റെ സത്യസുവിശേഷത്തിന്റെ വ്യക്തമായ അവതരണമാണ് ആ നിത്യ ശിക്ഷാവിധി എന്ന ആ ദൈവകോപത്തിനിരയായി തീരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ ദൈവക്രോധത്തിന്റെ നിത്യ ശിക്ഷാവിധിക്കകത്ത് അകപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് എവിടെ? ഈ ലോകത്തിൽ കർത്താവിനെ അംഗീകരിച്ചില്ലെങ്കിൽ സകലത്തിന്റെ സാരം കേട്ടുകൊള്ളുക. മനുഷ്യനോട് സ്വപ്രസംഗി പറയുന്ന കാര്യമാണ്. അതേ സകല കാര്യങ്ങളുടെ ചുരുക്കം ഇതാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുക. അതാ സകലത്തിന്റെ സാര്യം. ഈ ഹോളിൽ വന്ന ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്, അനുസരിച്ചു പോകുന്ന. അത് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്. യൗവനക്കാരാന്നില്ല, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരും മുമ്പ് നീ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൽ അഭയം തേടി നിത്യജീവൻ പ്രാപിക്കണം. ഞങ്ങളുടെ സുവിശേഷം, നമ്മുടെ സുവിശേഷം അത് തന്നെയാണ്, അതിന്റെ സമാഹാരം അത് തന്നെയാണ് എന്നതിന് സംശയമില്ലല്ലോ. രക്ഷിക്കപ്പെടാത്ത ആത്മാവിന്റെ മരണാനന്തര യാത്ര എങ്ങോട്ടാണ്? പിന്നെ അവർക്ക് രക്ഷയുണ്ടോ? പിന്നെ കർമ്മം കൊണ്ട് രക്ഷയുണ്ടോ? മധ്യസ്ഥന്മാരെ കൊണ്ട് രക്ഷയുണ്ടോ? പിന്നെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാൻ ചാൻസ് വേദോസ്തവന് അരവാക്യമോ മുറിവാക്യമോ ഉണ്ടോ?
ശരി, വാക്യങ്ങൾ ചിലതൊന്ന് വായിച്ചാണ് ഞാൻ ഈ വായിക്കുന്നത്. ഞാനും കാണാൻ പറഞ്ഞ ചിലപ്പം വിചാരിക്കും അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണ്. വേദോത്സവത്തിന്റെ ആ ചിന്തയുണ്ടെങ്കിൽ അത് വായിച്ച് കേൾക്കുമ്പോൾ ഇത് തിരുവെഴുത്താണെന്ന് അംഗീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ട്. 9-ാം സങ്കീർത്തനം 17, 63-ാം സങ്കീർത്തനം 9-ാം വാക്യം. ഈ രണ്ട് പറഞ്ഞങ്ങോട്ട് വിടാം. ഈ ദുഷ്ടന്മാർ, ദൈവത്തെ അറിയാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, പാപികൾ മരണം കഴിഞ്ഞ് എങ്ങോട്ടാണ് അവരുടെ താമസ സ്ഥലം നോക്കാം. ദൈവമക്കൾ സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കല്. എന്നാൽ ദുഷ്ടന്മാരായ ആൾക്കാർ, ദൈവത്തെ അറിയാത്തവർ എങ്ങോട്ടാ പോകുന്നത്, അവരെ കുറിച്ച് അല്പം സ്റ്റഡി ചെയ്യണം. വായിച്ചാട്ട്. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. പാതാളത്തിലേക്ക് തിരിയും. അടുത്തത്, ദരിദ്രൻ എന്നേക്കും മറന്നു പോകുകയും. ദരിദ്രനെയും കഷ്ടപ്പെടുന്നവനെയും മറക്കാ ദൈവം. അതേ സകല ജാതികളുടെ ദുഷ്ടന്മാർ പാതാള കൂപത്തിലേക്ക് തിരിയും. അവിടെ ചെന്നേക്കുള്ളൂ. എത്ര വയ്യാന്ന് പറഞ്ഞാലും ഇത് കഴിഞ്ഞാൽ ആ കൂട്ടർക്ക് അങ്ങോട്ടാണ്. അതെ, 61-9 വായിച്ച് വാക്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓരോ വായിച്ച് വേറൊരാളോട് വായിക്കാൻ സഹായിക്കണം കേട്ടോ. പ്രൈസലോ. നോക്കുന്നു. പിന്നെ അവർ ഭൂമിയുടെ സ്വർഗത്തിലോട്ടല്ലേ പോകുന്നേ, ആ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് അവർ ഇറങ്ങിപ്പോകും. ദുഷ്ടന്മാരെങ്ങോട്ട് പോകും? ഭൂമിയുടെ അധോ ഭാഗങ്ങൾ അവരുടെ പാർപ്പിടമാണ് എന്ന് വ്യക്തമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായത്തിന് 11, 15 ഒന്ന് വായിച്ചു നോക്കുകയെ. വേദപുസ്തകത്തിലെ തിരുവെഴുത്തുകൾ, നിത്യസത്യമായ വചനങ്ങൾ ഇതിനെ എങ്ങനെ തെളിവ് തന്നിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. ഒന്ന് വായിച്ചേ. എവിടെ പോവും? നിന്റെ എന്തൊക്കെയാ പോകുന്നേ? നീ പോകുന്നതോട് നിന്റെ ആഡംബരവും വാദ്യഘോഷവും കൂടെ ഇവിടെ ഇട്ടിട്ടമ്പക്കാനൊക്കെയല്ല, നേരെ അങ്ങ് വരുമെന്ന് താഴോട്ട്. പാതാളത്തിലേക്ക് നിന്റെ ആഡംബരവും വാദ്യഘോഷത്തിനും കുഞ്ഞെ മര്യാദയ്ക്ക് നടക്കുന്നതാ നല്ലത്. അല്ലെ ചെല്ലുന്ന സ്ഥലം കളി വേറെയാണ്, ചില ബുദ്ധിമുട്ടുള്ള സ്ഥലം. അതിന് വായിച്ചോ, താഴോട്ട് വായിച്ചാട്ട്. പിന്നെ ഇവിടെ മെത്തയല്ല വിരിച്ചേക്കുന്നേ ഇല്ലേ? നല്ല സുന്ദരമായ പല സൈസ് മെത്തകളല്ലേ. അവിടെ ചെല്ലുന്നിടത്ത് വിരിച്ചിരിക്കുന്നത് പുഴുക്കളെയാണ് വിരിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന്റെ സുഖമൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത് പറഞ്ഞാൽ നേരുമില്ല. എങ്കിലും ചെറിയൊന്ന് പറ. പാതാളത്തിൽ ചെല്ലുന്നവനെ കിടത്താൻ എന്ത് വിരിച്ചിരിക്കുന്നേ? എന്താ വിരിച്ചേക്കുന്നേ? പേടി വരുന്നു. ഇവിടെ വെച്ചല്ല, താഴെ ചെല്ലുമ്പോഴേ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. കൃമികൾ നിനക്ക് പുതപ്പാ. പോട്ട് വിരിച്ചതിന് പുറത്ത് കിടക്കുകയല്ല, പുതയ്ക്കുന്ന വസ്ത്രം പോലെ കൃമികൾ നിന്നെ ആവരണം ചെയ്യും. ആ സ്ഥലം കൊള്ളാമോ കുഞ്ഞേ? എന്റെ കർത്താവ് പഠിപ്പിച്ച വചനങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവിടെ ചാകാത്ത കുഴിവന്തണ്ണന സ്ഥലവും നിത്യാഗ്നിയുമാണെന്ന് പറയുമ്പോൾ നിസ്സാരമായി തള്ളരുത്. സകലകാലത്തുള്ള ദൈവദാസന്മാരും എഴുതി വെച്ച തിരുവെഴുത്തുകളുടെ സത്യം മറക്കരുത്. അതെ, നിന്നെ മൂടുന്നത് പുഴുക്കൾ, നീ കിടക്കുന്നത് പുഴുക്കളുടെ മുഖത്ത്. പിന്നെ മറ്റു പലതൂടുണ്ട്. അത് അവിടുത്തെ ശൈലിയാണ് പറഞ്ഞത്. 15-ാം വാക്യം വായിച്ചേ. 15-ാം വാക്യം. വീണ്ടും അത് പറയും, എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിത്തട്ടിലേക്ക് നീ പോകുമെന്ന് സൃഷ്ടാവായ ദൈവം പറഞ്ഞാൽ നടക്കുമെന്ന് വിശ്വസിച്ചാൽ കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിൽ നടക്കുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. എവിടേക്കാണ് ദുഷ്ടന്മാരുടെ മരണാനന്തര ജീവിതം? എങ്ങനെ, എവിടെ? അത് മനസ്സിലാക്കുമ്പോൾ അതേ കർത്താവിനെ സ്നേഹിപ്പാനും രക്ഷപ്പെടുവാനും കൃപ ലഭിച്ച ദൈവമക്കളെ അതേ വാതോരാതെ ദൈവത്തെ സ്തുതിക്കണം. ഇന്നത്തെ ശിക്ഷാവിധിയിൽ നിന്ന്, ഈ കോപത്തിൽ നിന്ന്, പാപത്തിൽ എന്നെ വിടുവിച്ചല്ലേ കർത്താവേ, നിന്റെ മഹാസ്നേഹത്തായി സ്തോത്രം. കാൽവരി കുരിശിന്റെ വില മനസ്സിലാക്കുന്നത് ഈ ശിക്ഷാവിധിയിലുള്ള വിടുതലാണ്. ഒരു അല്പമെങ്കിലും ഹൃദയമുള്ളവൻ ദൈവത്തെ സ്തുതിക്കുകയും ആ ജീവിതം വിട്ട് ദൈവത്തിലേക്ക് വരികുവാൻ അതൊരു കാരണമാണ്. ഇതാ കിടക്കുന്ന സ്ഥലത്തിന്റെ ഭയാനകത എന്താണെന്ന് മനസ്സിലാക്കുവാൻ വല്ല ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടോ? എന്താ, എങ്ങോട്ടാ ചെല്ലുന്നത്? യെഹെസ്കേലിന്റെ പ്രവചനം എടുത്താട്ട് 26-ാം അധ്യായം 20-ാം വാക്യം എന്ന് വായിച്ചോട്ട്. വളരെ വാക്യങ്ങള് ഇത് രണ്ടിനും തെളിവ് തരാനുണ്ടെങ്കിലും ഈ രാത്രിയുടെ സ്ഥിതി അതിന് സാവകാശം തരുന്നതല്ല. ഒന്ന് വായിച്ചാട്ട് വാക്യം. ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ, ഞാൻ നിന്നെ കുഴി ഇറങ്ങുന്നവരുടെ കൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കും. പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കും. അടുത്തത്, നിനക്ക് നിവാസികളില്ലാതിരിക്കേണ്ടതിന്, നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ, ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നുള്ളത് അധമ പാതാളത്തിലേക്ക്, പുരാതന ശൂന്യതയുടെ അധോ പാതാളത്തിലേക്ക് ഞാൻ ഇറക്കും. ദൈവം പറയുക, ദൈവത്തെ വിട്ടുപോകുന്നതിന് എവിടെ പോകുന്നേ? സ്തോത്രം.
ഒരു വാക്ക് മനസ്സിലിരുന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ടുപോകുന്നില്ല. എങ്ങോട്ടാ പോകുന്നത് കുഞ്ഞെ? ഈ ചോരേ നീര് ഓടുമ്പോൾ പോകുന്നിടത്ത് പോകട്ടെ, നരകമാ നരകത്തിൽ കാണട്ടെ. അത് ഇങ്ങനൊക്കെ പോയി പഠിക്കും. നീ അതിന്റെ 7000 മൈൽ ദൂരത്ത് നിന്ന് അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കത്തില്ല. അത്ര ദുരന്തം പിടിച്ച ഒരു സ്ഥലമാണ് കുഞ്ഞെ. യേശു കാൽവറിയിൽ മരിച്ചത് ഈ സ്ഥലത്തുനിന്ന് നിത്യശിക്ഷാവിധിയിൽ നമ്മെ വിടിവിക്കാനായിട്ടാണ്. നിത്യശിക്ഷാവിധിയിൽ വിടുവിക്കപ്പെടുവാൻ യേശു നമ്മുടെ മരണമേറ്റു. അതെ, നമ്മെ വിടുവിച്ചു. നാം ഇപ്പോൾ ദൈവമക്കളായി തീരടിയായി. എന്നാൽ ഇന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണേ, ഈ നിത്യശിക്ഷാവിധിയുടെ സ്ഥലത്തു നിന്ന് അവിടെ ചെല്ലാതെ സ്വർഗത്തിൽ ചെല്ലുവാൻ യേശുവിനെ രക്ഷിതാവായി കൈക്കൊള്ളണമെന്നുള്ള സുവിശേഷമാണ് വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം തന്നെ പുത്രനെ പരസ്യമായി നിർത്തി. എവിടെ പോകും ദുഷ്ടന്മാർ? 49 സങ്കീർത്തനം എടുത്താട്ട്. 49 സങ്കീർത്തനം 6 മുതൽ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ട് പിന്നെ 13 മുതൽ വായിക്കുക. എങ്കിലും ഒരു സൂചന തരാൻ വേണ്ടി അങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ. എവിടോട്ടാ പോകുന്നൊന്ന് നോക്കിക്കാട്ട് വായിച്ചാട്ട്. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കും. അവർ 6-ാം വാക്യമാണ് വായിക്കുന്നത്. 49 സങ്കീർത്തനം 6-ാം വാക്യം മുതൽ. ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ധനസമൃദ്ധിയിൽ പ്രശംസിക്കുന്നു. സഹോദരൻ സമ്പത്തിൽ ആശ്രയം ധനസമൃദ്ധി പറഞ്ഞതൊന്നും ഇപ്പൊ ദൈവമക്കളാന്ന് പറയുന്നവർക്കും ഈ കാര്യത്തിലൊന്നും വലിയ കുറവൊന്നും പലർക്കും ഇല്ല. ഞാനൊരു വീട്ടിൽ ചെന്നു. അപ്പൊ ഇയാൾ കമ്പ്യൂട്ടർ വെച്ച് കൂട്ടുന്നു, കാൽക്കുലേറ്റർ വെച്ച് കൂട്ടുന്നു, മറ്റേത് കൂട്ടുന്നു. ഞാൻ എഴുതി തുടങ്ങി. ഞാൻ എന്ത് എടുക്കുക കുറെ നേരമായാലും ഇത് തുടങ്ങിയിട്ട്. അച്ഛൻ, ഞാൻ ഈ വീടും വസ്തുവും വാങ്ങിക്കുമ്പോൾ സെന്റിന് 5000 രൂപയുള്ളൂ. ഇപ്പൊ ഈ പ്രദേശത്ത് 1 ലക്ഷമൊക്കെ കഴിഞ്ഞ് 1.5 ലക്ഷമൊക്കെ ആയി. അന്ന് ഈ വീടിന് 320 രൂപ കോൺട്രാക്ട് ഉള്ളൂ. ഇപ്പൊ 820 രൂപ വേണം ഈ വീടിന് ഇതുപോലൊരു സ്ക്വയർ ഫീറ്റ് പണിയണില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടും. ഇപ്പൊ എന്തുകൊണ്ടെന്ന് ഞാനൊന്ന് കൂട്ടുക, കൊണ്ടുപോകാൻ ഇവിടെ അസൗകര്യ കൂട്ടുക. ഈ പുള്ളികളായാലും ഇതിനകത്തുണ്ടോ? അക്കൗണ്ട് കൂട്ടി, കണക്ക് കൂട്ടി, കാശ് കൂട്ടി, വീട് കൂട്ടി, കുഞ്ഞെ കുണിച്ച് കരിച്ച്. കുഞ്ഞെ ആദ്യം പറഞ്ഞില്ലേ കൊണ്ടുപോകത്തില്ല, മര്യാദയ്ക്ക് ദൈവത്തെ ഭയപ്പെട്ട് പോകുന്നതാണല്ലോ. തന്നെ ഇവിടെ എഴുതിയ വാചകം വായിച്ചോ? ഈ സമ്പത്തെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? അടുത്ത വായിച്ചാട്ടെ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നത്തേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ഒരു മതത്തിനും കഴിയുകയില്ല, ഒരു സഭയ്ക്കും കഴിയുകയില്ല, ഒരു കാർമ്മികനും കഴിയുകയില്ല. ഈ അധമ പാതാളത്തിൽ രക്ഷിപ്പാൻ ഒരു കർമ്മത്തിനും കഴിയത്തില്ല എന്ന് എഴുതിയിരിക്കുന്ന ദൈവമാണ് പറഞ്ഞത്. താഴോട്ട് വായിച്ച വാക്യം. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അടുത്ത വാക്ക്. സാധിക്കുകയില്ല. എന്നാൽ ഒരു നാളും ആ കാര്യം മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല, മതങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, കർമ്മം കൊണ്ട് സാധിക്കത്തില്ല. ഇനി 13-ാം വാക്യം വായിച്ചാട്ട്. അവരുടെ ഇടയ്ക്കാൻ വിടുക. വായിച്ചാട്ട് വാക്യം. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. പിന്നെ അവരുടെ അനന്തരവരോ അവരുടെ പിൻഗാമികള് അവരുടെ വാക്കുകൾ മുൻഗാമികളുടെ വാക്ക് ഇഷ്ടപ്പെടും, സുവിശേഷം അനുസരിക്കത്തില്ല. അവരെ പാതാളത്തിനാടുകളായി അവരെ എവിടെ വിടും? പാരമ്പര്യത്തിന്റെ അനന്തരവരെ ഞാൻ ചോദിക്കുന്നു, എങ്ങോട്ട് പോകും? അവരെ പാതാളത്തിന്റെ ആടുകളായിട്ട് പാതാളത്തിന്റെ അതോ പാതാളത്തിലേക്ക് വിടും. മൃത്യു എന്ന ഇടയൻ അവരെ മേയിക്കും. പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. പിന്നെ അവരുടെ രൂപം ഇല്ലാതെയാകും. പിന്നെ പാതാളം അവരുടെ വീട്, അവരുടെ പാർപ്പിടം. വിശുദ്ധന്മാർ സ്വർഗത്തിൽ കർത്താവിനോട് വസിക്കുമ്പോൾ ദുഷ്ടന്മാർ പാതാളത്തിൽ വാഴും, അവിടെ താമസിക്കും. അടുത്ത വാക്ക്. എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. എങ്കിലും എന്റെ പ്രാണനെ എന്റെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജീവിതങ്ങളാണ് ഇരിക്കുന്നവർ. ആ പാതാളത്തിന്റെ അധികാരത്തിന് വീണ്ടെടുത്ത ദൈവത്തിന് സ്തോത്രം പറയുവാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ദൈവത്തിന് സ്തോത്രം. പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് യേശു വന്നത്. ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിലേ വീട് കവർ ചെയ്യാനൊക്കത്തുള്ളൂ. അതേ, പാമ്പുകളെയും തേളുകളെയും ബലത്തെയും തകർക്കുവാൻ യേശു വന്നു. വാഴ്ചകളെയും അധികാരത്തിന്മേൽ എല്ലാറ്റിനെയും ക്രൂശന്മേൽ തകർത്ത് അവരുടെ മേൽ യോസവം കൊണ്ടാടി പാതാളത്തിന്റെ അധികാരത്തിൽ വീണ്ടെടുക്കാൻ കർത്താവ് വന്നു. ആ വീണ്ടെടുപ്പിന്റെ വില വലുതാണ്. എങ്കിൽ അവൻ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആകയാൽ ആ വില കൊടുത്തത് ക്രിസ്തുവാണ്.
വീണ്ടെടുപ്പിന്റെ വില രക്തമാണ് ക്രിസ്തുവിന്റെ. അത് കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ക്രിസ്തുവാണ്. പത്രോസ് വെറുതെയല്ല പറഞ്ഞത്. അതെ, പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാട് നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തം കൊണ്ടവൻ നമ്മളെ വീണ്ടെടുത്തു നമ്മൾ വായിക്കുന്നല്ലോ. പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കൾ ദൈവമക്കൾക്കായി സ്തോത്രം. ആരെങ്കിലും ആ വഴിക്ക് വന്നില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ആ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ഇതൊരു അവസരമാണ്. ഈ സുവിശേഷം അവിടെ രക്ഷയ്ക്ക് പര്യാപ്തമായി ഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ നീതിമാന്മാരെവിടാ, ദുഷ്ടന്മാരെവിടാ? സംശയത്തിന് വകയില്ലാത്ത തെളിവുകൾ ഈ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് ശക്തമായി ബോധ്യപ്പെടുന്നത് കൊണ്ട് അതെ, ഈ നിലയിൽ നിന്നുള്ള അടുത്ത ഉണ്ടാകുന്ന പരിവർത്തനം എന്താണ്? അതിന്റെ ഭാഗം കൂടെ ചില വാക്കുകൾ സമയപരിധിക്കകത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. ഈ ദൈവമക്കളുടെ പുനരുത്ഥാനം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നവരല്ലേ ദൈവസഭ? നിശ്ചയമായും അങ്ങനെയാണ്. ഞാൻ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരണയുണ്ടോ മരിച്ചു കഴിഞ്ഞ് വീട്ടുകാരുടെയോ മതത്തിന്റെയോ കർമ്മം കൊണ്ട് ഒരാത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന്? രണ്ടു കൂട്ടരുടെയും മരണം പറഞ്ഞല്ലോ, ചെല്ലുന്ന സ്ഥലവും പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ എങ്ങനെങ്കിലും അക്കരെ കടത്തുവാൻ ഈ മതങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളും ആ കാര്യപരിപാടികളും ഒരാത്മാവ് ഇവിടുന്ന് മേപ്പോട്ട് ചലിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരണയുണ്ടോ? ഞാൻ വ്യക്തമായി പറയുന്നു, ഈ പുസ്തകത്തിന്റെ 66 പേജുകളിൽ വാക്യം പോലും മരണാനന്തര കർമ്മം കൊണ്ടൊരാത്മാവ് സ്വർഗത്തിലെത്തുമെന്ന് ഒരു ചെറിയ വാക്ക് പോലും ഇതിനകത്തില്ല. പിന്നെ പറഞ്ഞേക്കെന്താണെന്നറിയാമോ? പുണ്യം കൊണ്ടോ മധ്യസ്ഥ കൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിൻഗാമികളുടെയോ മറ്റാരുടെയുമെങ്കിലോ അതേ ഉത്സാഹം കൊണ്ടോ ഒരാത്മാവ് ഇവിടെ നിന്ന് ഒരു ചുവട്ടടി അങ്ങോട്ട് ചലിക്കുന്നില്ല, താഴേന്ന് മേളിൽ കയറത്തുമില്ല. എന്താ തെളിവ്? ഞാൻ പറയും 4 വാക്യം പെട്ടെന്ന് അങ്ങ് വായിക്കണം. ഈ ഒരാൾ തന്നെ വായിക്കാതെ വാക്യം വായിക്കാൻ കഴിവുള്ളവരെ അല്പം വായിച്ച് സഹായിക്കുന്നു. ഇവിടെ വായന അറിയാൻ വയ്യാത്ത, അക്ഷരം അറിയാൻ വ്യാസമില്ലാത്തവരൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. എന്നാൽ വാദവാക്യങ്ങൾ വായിച്ചാൽ അതിനും ദൈവസേന പ്രതിഫലമുള്ളതാണ്. ഒന്ന് വായിക്കുവാൻ വേഗം ഉത്സാഹിക്കണം. യഹസ്കേൽ 14:14, 16, 18, 20 4 വാക്യവും വായിക്കണം. 6 വാക്യത്തിലെ 4 ആവർത്തനങ്ങളുടെ സമാഹാരം ദൈവത്തിന്റെ കൽപ്പനയാണ്. ഒന്ന് നോക്കിക്കാട്ടെ എങ്ങനെയാണെന്ന്. യഹസ്കേൽ 14:14, 16, 18, 20 വേഗം ഒന്ന് വായിച്ച്. ആ 3 പുരുഷന്മാർ അതുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ. അതിന്റെ മുകളിൽ പേരുണ്ടല്ലോ 14-ാം വാക്യത്തില്. അത് വിട്ടേച്ച് വായിച്ചാലോ. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്ന 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം അവരുടെ ജീവനെ മാത്രമല്ലാതെ അവരുടെ നീതിയാൽ അടുത്തത് അവരുടെ പുത്രിപുത്രന്മാർ ഒരുത്തനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലെന്ന് ദൈവത്തെ കൊണ്ടാണ് ഇട്ട് പറഞ്ഞു. വിശ്വസിക്കാമോ? 18-16 വായനയും 14 വായിച്ചത്. പിന്നെ ആ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെ പുത്രിമാരെ രക്ഷിക്കാതെ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, ശൂന്യമായി പോകുമെന്ന് കർത്താവ്. 18 പെട്ടെന്ന് അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ ആ 3 പുരുഷന്മാരുടെ ഉണ്ടായിരുന്നാലും അവരുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവരുടെ പുത്രിപുത്രന്മാരെ രക്ഷിക്കാതെ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വാക്യം 20 നോഹ, ദാനിയേൽ, എന്നീ 3 പുരുഷന്മാർ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടുത്തെ കൗൺസിൽ മെമ്പറോ പഞ്ചായത്ത് മെമ്പേഴ്സോ വല്ലോ ആണോ ഈ 3 പുരുഷന്മാര്? അല്ല, നോഹ ലോകത്തെ ജയിച്ചവനാണ്, കൃപ ലഭിച്ചവനും ലോകത്തെ ജയിച്ചവനുമാണ് നോഹ. നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമത് ഇയ്യോബ് സാത്താനെ ജയിച്ചവനാ, മോശം വന്നു ആള്. 3 ദാനിയേൽ, അവൻ ജഡത്തെ ജയിച്ചവനാ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമോ? ജഡത്തെ ജയിച്ചവനും സാത്താനെ ജയിച്ചവനും ലോകത്തെ ജയിച്ചവനും കൂടെ ചെന്ന് അപ്പച്ച ഞങ്ങളൊക്കെ എത്ര ഭക്തിയായി ജീവിച്ചതാണ്, ഞങ്ങളുടെ പിള്ളേരില് ഒരെണ്ണം ഇച്ചിരി പെശക ഒന്ന് പാസ് കൊടുത്തേര്. നടക്കത്തില്ലട നോഹേ. പിള്ളേർ ജീവിച്ച പിള്ളേർക്ക് കൊള്ളാം, നീ ജീവിച്ചതിന്റെ നിനക്ക് കിട്ടത്തുള്ളൂ. സ്വർഗം ഇതാണ്, സ്വർഗം ഇതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവം ഈ പ്രമാണം വെച്ചെങ്കിൽ ഇതിനപ്പുറത്ത് ഒരുത്തൻ ഇവിടുന്ന് പൊങ്ങുമെന്ന് നിങ്ങൾ വല്ലതും വിചാരിക്കുന്നുണ്ടോ? നടക്കത്തില്ല. വിശദീകരിച്ചെന്ന് പറയാൻ എനിക്ക് നേരമില്ല. കർമ്മമാർഗത്താൽ അല്ല, വിശ്വാസ മാർഗത്താൽ ഒറ്റ ആത്മാവ് പോലും കർമ്മം കൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല, മോക്ഷത്തിലെത്തുകയില്ല. പിന്നെ എങ്ങനെ? അവനെ കൈക്കൊണ്ട് അവനെ നാം വിശ്വസിക്കുന്നവർ ദൈവമക്കളായി തീരും.
നമുക്കൊരു പ്രമാണമുണ്ട്, പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, അല്ലാതെ ജീവനെ കാണുകയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ സ്വർഗത്തിലെത്തുവാൻ വേറൊരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ യേശുവല്ല സ്വർഗത്തിൽ പോകാൻ ഒരു മാർഗവും വഴിയുമില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, അത് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസലോ. എന്റെ യേശു അല്ല സ്വർഗത്തിലെത്തുവാൻ വേറൊരു പാലമില്ല എനിക്ക്. അതാണ് വഴിയും സത്യവും ജീവനും ഒക്കെ എന്ന് പറഞ്ഞല്ലോ. ശരി, നമുക്ക് മുമ്പോട്ട് നീങ്ങുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ പുണ്യവാളന്മാരുടെ അധ്യസ്ഥത കൊണ്ടും മറ്റേ കൊണ്ടും മറിച്ചയും കൊണ്ടും ഒക്കെ പോകാമെന്ന് ധരിക്കുന്ന വല്ലവരും ഉണ്ട്. കുഞ്ഞെ അരക്കാശിന് വിലയുള്ളതല്ല, ചുമ്മാ മനുഷ്യനെ വഞ്ചിക്കാൻ ചുറ്റിക്കാനും വെച്ച പ്രമാണങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഏക വഴി ക്രിസ്തു, അത് തുറന്നു പറയുന്ന പുസ്തകവും സുവിശേഷവുമാണിത്. ശരി, അടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് അവലോകനം ചെയ്ത് നോക്കുമ്പോൾ ആരാ പോയി കണ്ടേച്ചു വന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കുമല്ലോ. കണ്ടേച്ചു വന്നവന്റെ പേര് ഞാനങ്ങ് പറയാം. അതിങ്ങോട്ട് വന്ന് പറഞ്ഞവന്റെ പേര് വ്യക്തമായി പറയാം. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 വാക്യം നോട്ട് ചെയ്യാൻ, എല്ലാം വായിക്കാൻ നേരമൊന്നുമില്ല. 16-ാം അധ്യായം 19 മുതൽ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ഇരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ കുഷ്ഠരോഗി ഉണ്ടായിരുന്നതാണ് ചരിത്രമാണിത്. ഇവർ രണ്ടുപേരും, ലാസർ മരിച്ചു. ശവം അടക്കണ്ടാഞ്ഞിട്ടല്ല, അടക്കത്തിന് വേദോസവും വിരോധവുമല്ല, പക്ഷേ ദൂതന്മാർ വന്ന് അവനെ അബ്രാഹാമിന് വഴി കൊണ്ടുപോയി അസ്ഥിവജ്രങ്ങൾ മുനിസിപ്പാലിറ്റിക്കാർ വലിച്ചു കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞു കാണും. പലർക്കും അടക്കം നന്നായിരുന്നാ കൊള്ളാം, പിന്നെ എന്തെല്ലാം ബഹളങ്ങളാ. ഇപ്പം നമ്മൾ ബന്ധക്കോസുകാരാന്നേ പോലും ചത്തു കഴിഞ്ഞാൽ അകത്ത് കയറ്റി ഐസി പിടിപ്പിച്ച് എത്ര ചൂടനാന്നേലും തണുപ്പിച്ച് ശുദ്ധമാക്കി എടുത്തേ കൊണ്ടുവരുള്ളൂ. നിന്റെ ചൂടെല്ലാം തണുക്കുമ്പോൾ നല്ലൊരു പദ്ധതിയായി ഇപ്പോഴത്തെ കാലം. എത്ര ചൂടന്മാരി അകത്ത് കയറ്റി വെച്ച് നല്ല ഐസ് വരും, വടി പൂമലാക്കി 1-2 ആഴ്ച കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എങ്ങ് നന്നായിരിക്കുമെന്നറിയാം. ഇത്രയേ ഉള്ളെന്ന്. വിടുന്നത് ജീവൻ പോയി കിട്ടിയാൽ മതി. സുന്ദരമായി നീ ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ നിന്ന് നേരെ പേടിയുടെ ആ സ്ഥലമായി അവിടെ കൊണ്ട് കൊണ്ടങ്ങ് പൊതിഞ്ഞ് കയറ്റി വെക്കും. വെച്ചെടുത്ത് പുറത്തോട്ട് ഇറക്കി കൊണ്ടുവരും. വിചാരിച്ചിരിക്കുക ഉണ്ടാക്കുന്ന മാളിയും കൊണ്ട് പോകാമെന്നില്ല കുഞ്ഞെ, ഇവിടെയുള്ള അവസാനം. ഞാനിപ്പോൾ വേണ്ടാന്ന് ബില്ലെഴുതി വെച്ചാൽ നടക്കൂ. ചത്തു കഴിഞ്ഞ് എനിക്കറിയാനൊക്കെ എന്നെ കാണിക്കുന്നു. അത് പോകുന്ന പോട്ടെ, നമ്മുടെയൊക്കെ കാര്യം അങ്ങ് പറഞ്ഞത്. അപ്പോൾ അവിടെ കൊണ്ട് അപ്പോൾ ഇവനെ കൊണ്ട് അടക്കമില്ല, അടക്കം വേണ്ടാഞ്ഞിട്ട് അടക്കാൻ ആളില്ല. പക്ഷേ അടക്കത്തിന് ചൊവ്വുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുകയല്ല, നിന്റെ ജീവിതത്തിന്റെ ഒടുക്കം കൊണ്ട് നീ അങ്ങോട്ട് കിടക്കുള്ളൂ. ഒടുക്കം എങ്ങനെയാണെന്ന് നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതാവസാനം എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ആ വക്കീലും ദൈവഭയത്തിലുമാണോ? അതാണ് സ്വർഗത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ധനവാന്റെ കാര്യമാണ് പറഞ്ഞത്. അവൻ വേഷഭൂഷാണങ്ങളും ആഡംബരങ്ങളും മുമ്പേ വായിച്ചതുപോലെ അവൻ ആഡംബരങ്ങളും എല്ലാം വലിയ ഗതികളിലാണോ ജീവിച്ചത്. അവന് മരിച്ചു. അവനെ അടക്കിന്ന് എഴുതിയിട്ടുണ്ട്. അടക്കാൻ ആളുമുണ്ട്. മരിച്ചിടത്തൊരു കൂദാശ, പിന്നെ വീട്ടിൽ കൊണ്ടുവന്നൊരു കൂദാശ, പിന്നെ അതിന്റെ ക്രമങ്ങളെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ പള്ളി കൊണ്ടൊരു കൂദാശ, അത് കഴിഞ്ഞെടുത്ത് ശവക്കോട്ടേക്ക് കൊണ്ടൊരു കൂദാശ. ആ കൂദാശയൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം എല്ലാം പറഞ്ഞു, പ്രിയ കർത്താവേ, ഇവനെ ഇടത്ത് കോലാടിന്റെ കൂട്ടത്തിൽ വിടാതെ ഇവനെ കയറ്റി അങ്ങ് ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ നിർത്തിക്കോണേ എന്നൊക്കെ പറഞ്ഞ് ശൂഷിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പെട്ടിയെടുത്ത് മണ്ണി വെച്ച് മണ്ണിനുള്ളി ഇട്ടേച്ച് പറയും. നിക്കിയ സുനദോസിലെ വിശ്വാസ പ്രമാണം അവിടെ പറയുന്നത് അവിടെ ശരി, അതാ ശരി. അല്ലയോ പ്രിയ കർത്താവേ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അങ്ങയുടെ മഹാപ്രഭാവത്താൽ ഇനിയും വരുവാനിരിക്കുന്ന യേശുമശിയാകുന്ന ഏകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിപ്പാൻ വരുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്നു. എങ്ങനെയുള്ള കർത്താവാ? ചെമ്മരിയാടിനെ കോലാടാക്കുകയും കോലാടിനെ ചെമ്മരിയാടാക്കുകയും ചെയ്യുന്ന പണിയല്ല കർത്താവിന്റെ പണി. പിന്നെയോ, നീ പോയേ കോലാടാണേ കോലാട് തന്നെയായിട്ട് പോകും. ഒടീ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. വരുന്നുണ്ടോ? ഞങ്ങളുടെ നിർത്തി. ഇനി ഇതാ പിടിച്ചോ. എന്തോ എഴുതാ പിടിച്ചത്? മശിയ വരുന്നുണ്ടോ? മശിയാതമ്പരാൻ വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നത് മരിച്ചവരെ ന്യായം വിധിപ്പാൻ വന്ന് നിന്നെ വിളിച്ച് ചിഹ്നിപ്പിച്ച് നിർത്തുമ്പോൾ കിട്ടണ്ട കിട്ടിക്കോളും. പോക്കോ, ഈ ശരീരത്തിൽ ചെയ്തത് നിനക്ക് ഇന്നാ പിടിച്ചു. അതുവരെ ചെയ്തത് സുല്ലിട്ടു. എല്ലാവരും വിചാരിച്ച് ഒത്തുപോയെന്നാ. കുഞ്ഞി ഒത്തുപോയില്ല. ഞാൻ തീർത്തു പറയുകയാണ്, പണത്തിൽ കൊണ്ടാരും പോകത്തില്ല, കർമ്മം കൊണ്ട് നടക്കുകയില്ല. നീ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായെങ്കിൽ നീ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ അവകാശിയാണ്. നിനക്കൊന്നും സംശയത്തിന് വേണ്ട. മതം നിഷേധിച്ചാലും വീട് നിഷേധിച്ചാലും ജാതി നിഷേധിച്ചാലോ നമ്മുടെ രക്ഷ ഭദ്രമാണ്. ക്രിസ്തുവിലായിരിക്കണം എന്നുള്ളതിന് അത് രണ്ട് പക്ഷമില്ല. ഒടുവിന് അബ്രഹാമിന്റെ വഴിയിൽ ആശ്രയിച്ചു. ഇവൻ ഒത്തിരി കൊല്ലം താഴെ കൊണ്ട് പാതാളത്തിലെ ചുഴിക്കുറ്റിക്കകത്ത് പണ്ടത്തെ കഥ പോലെ കിടന്നങ്ങ് കറങ്ങുക. ഊരിക്കോട്ട് പാനും വയ്യ. അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇട്ടേക്കുക. കറങ്ങി കാല് തെയ്യല്ലാതെ ഇവനെ പൊങ്ങാൻ ഒക്കുകയില്ല. അപ്പൊ അവനെ കിടന്ന് മേപ്പോട്ട് നോക്കി. ലോങ് സീറ്റ് കിട്ടും, കണ്ണാടി വേണ്ട.
കണ്ണ് കാണാൻ വയ്യ. ഒരു ഗുണമുണ്ട്, മരിച്ചു കഴിയും ചില കാര്യങ്ങളിൽ ഒരു ഗുണമുണ്ട്, വളരെ നല്ല ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ പാതാളത്തിന്റെ അധോപാതാളത്തിൽ കയറുന്നുണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന ആളെ കാണാൻ പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ? ടെലസ്കോപ്പിന് കാണാനൊക്കത്തില്ല, റഷ്യക്കും അമേരിക്കയും കാണാനൊക്കത്തില്ല. അപ്പൊ ഈ കണ്ണിന്റെ ആ സൈറ്റ് ഇവിടെ താഴെ പാതാളത്തിൽ നിന്ന് മേലിൽ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണ്. ആരാണ്ടിരിക്കുകയല്ല, ലാസറായിരിക്കും. അപ്പൊ സൈറ്റ് കാഴ്ചക്ക് കുഴപ്പമില്ലല്ലോ, അവിടെ ഇരിക്കും. അപ്പൊ റിക്വസ്റ്റ്, അപേക്ഷ അറിയാം, ആവശ്യമറിയാം, ദാഹമറിയാം, വിശപ്പറിയാം, കിടക്കുന്നിടം അറിയാം, സുഖമറിയാം. അത് കിടക്കുന്നത് എയർ കണ്ടീഷനിലല്ല, വീട്ടിൽ എയർ കണ്ടീഷൻ ആയിരുന്നു. പാതാളത്തിന്റെ ആടുകളായി യാതന അനുഭവിക്കുന്ന ജാലയിലാ കിടക്കുന്നതെന്ന്. കിടപ്പ് സുഖമല്ലേ കേട്ടോ. വീട്ടിലേക്ക് കിടപ്പ് മറ്റേതാണെങ്കിൽ അവിടെ ചെല്ലുമ്പം കിടക്കേണ്ട സ്ഥലം മോശം. അതുകൊണ്ട് ആ രക്ഷിക്കപ്പെടണമെന്നൊക്കെ ഈ ആത്മഭാരത്തോട് പറയുന്നത്, കുഞ്ഞെ അങ്ങോട്ടാരും പോകരുത്, ഇപ്പോഴേ വഴി തിരിച്ചു തരികയാണ്, ഇങ്ങോട്ട് പോകണേ, സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ ഈ വഴിയെ പോകണം. അപ്പം പറയുകയാണ് അവനെ, ഇബ്രാഹാം പിതാവേ, ലാസറിന്റെ വിരല് വെള്ളത്തിലൊന്ന് മുക്കി, ഒരാറ്റിലെ വെള്ളം കുടിച്ച് തണ്ണിയും വെള്ളവും അടിച്ച് ജീവിച്ച് പൂസായി നടന്നവനാണ് ഇപ്പൊ പറയുന്നത്. ആ വിരല് വെള്ളത്തിൽ മുക്കി നാക്കൊന്ന് തണുപ്പിച്ചാകാൻ നേരത്തെ ആഗ്രഹമായി. ഇപ്പൊ അവൻ അവിടെ കിടക്കുമ്പോഴത്തെ ആഗ്രഹമാണ്. മുക്കി തൊടാൻ പറഞ്ഞു, ശാനപ്പെടാൻ പറഞ്ഞവനെ തല്ലിയില്ലെന്ന് ചോദിച്ചു, ചിലതിനെ തല്ലിയിട്ടുമുണ്ട്. അപ്പം വെള്ളത്തിൽ മുങ്ങുന്ന കാര്യം പറഞ്ഞാൽ വലിയ വിഷമമാണ്. ഇപ്പം വിരൽ മുക്കാൻ നടക്കുക. കുഞ്ഞെ ഗുണപ്പെടേണ്ട സമയത്ത് ഗുണപ്പെടണം. ദാഹവും വിശപ്പും ഒക്കെ അത് വെച്ചാൽ ഇത് വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്ക്. അവിടെ പറയുന്ന അബ്രഹാം പിതാവേ, ആ കുടുംബത്തിലേതാ അബ്രഹാം വിളിക്കുന്ന മകനേ, കൊച്ചുമോനെ, എങ്ങനെ സംബോധന ചെയ്താലും സംഭവം വേദനജനകമാണ്. നിന്റെ അന്ത്യം നീ ഒന്ന് ഓർക്കുക. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഭാഗ്യം, നമ്മുടെ ഭാവി പ്രത്യാശ. അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്ന സമയെക്കുറിച്ച് അതേ ഉള്ളൊരു വാക്ക് എത്ര ശരിയാണ്. ഇന്ന് രാത്രി നിന്റെ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുവാൻ, സന്തോഷിക്കാൻ വകയുള്ളവർക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കും. ദൈവമക്കൾ ആനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ശിക്ഷാവിധി മാറ്റി തന്ന കർത്താവിന് സ്തോത്രം. ഈ പാതാളത്തിന്റെ യാതൊരു വലിയ റിക്വസ്റ്റാണ് അവൻ ചെയ്യുന്നത്. എനിക്ക് വെള്ളം വേണം അബ്രഹാം പിതാവേ, ഞാൻ ഈ ജാലയിലെ കിടക്കുന്നത്, വേദനകളും അപലാദികളും എല്ലാം പറയുന്നു. അത് കഴിഞ്ഞേച്ച് പറഞ്ഞാൽ എന്താണെന്നറിയാം, മോനെ, പോക്ക് വരത്തില്ല, ഇവിടുന്ന് അങ്ങോട്ടുമില്ല, അവിടുന്ന് ഇങ്ങോട്ടുമില്ല, പോക്ക് വരത്തുണ്ടെന്നാ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. 40 ദിവസം കട്ടിൽ വിരിച്ച് കീഴയിലും മതിക്കും വളക്കും കാര്യവും കുരിശും എല്ലാം വെച്ചേച്ച് ഇവിടെ കിടക്കുക. എന്റെ കുഞ്ഞെ ഇല്ല, ആ സെക്കൻഡിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണേ, അറസ്റ്റ് പോയി സ്വർഗത്തിൽ പോവുകയും ചെയ്തു. പിന്നെ ചുമ്മാ ഇത് വിളിച്ചെന്നേ ഉള്ളൂ, ഒരു ഗുണവുമില്ല. ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കത്തില്ല. മരിച്ചവന്റെ ആത്മാവ് ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല, നിർത്തുകയില്ല, കടത്തിക്കൊണ്ടങ്ങ് പോകും. ഇവിടെ കിടക്കുക. അവൻ പറഞ്ഞു, അങ്ങനാന്നോ മോനെ, നടക്കുകയില്ലടാ, വലിയ പിളർപ്പാ, ഇവിടുന്ന് ചാടാനും അവിടുന്ന് ഇങ്ങോട്ട് ചാടാനും ഒക്കെ വലിയൊരു പിളർപ്പ് ഞങ്ങൾക്ക് നമ്മളിലുണ്ട്. ഒക്കുമെന്ന് പറഞ്ഞതൊന്നും നടക്കുകയില്ല കുഞ്ഞെ, നടക്കത്തില്ല, തീർത്ത് പറഞ്ഞു. അടുത്ത് നീ കേൾക്കണം എന്താ പറഞ്ഞതെന്ന്. അബ്രഹാം പിതാവ്, എനിക്കൊരു അപേക്ഷയുണ്ട്. മര്യാദ കൂട്ടനായി അപേക്ഷയായി, കൽപ്പിച്ചുകൊണ്ട് നടന്നാണ് ഇപ്പൊ അപേക്ഷ. എന്താ അപേക്ഷ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അപ്പോഴേ 6 ഉള്ളെന്ന് പറയാനൊക്കത്തില്ല, ഒരു പക്ഷേ ചിലത് പൊയ്ക്കാണോ അതിന് മുമ്പേ, ഏതായാലും കുറഞ്ഞതാണ്. 5 പേര് ജീവിച്ചിരിപ്പുണ്ട്. ഈ കണക്കിന് അവരിവിടെ അവർ ഈ യാതനസ്ഥലത്തെ വരത്തുള്ളൂ. സൂക്ഷ്മറിയാം, അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അവരത് വിചോദിച്ചോണ്ട് ചോദിക്കുക, എനിക്കാണൊക്കെ ചെയ്തോണ്ട് അവരിവിടെ വരൂ. നരകത്തിൽ കിടക്കുന്നവനറിയാം ഭാവി എവിടെ ചെല്ലുമെന്ന്. നിനക്കറിയാൻ വയ്യെങ്കിലും അവർക്കറിയാം. അവൻ പറയുക, സാക്ഷി പറയാം, അവരിവിടെ വരും, എനിക്കറിയാം അവരിവിടെ വരും. എന്നാൽ പിന്നെ അവരിവിടെ വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താ? ഒരു സുവിശേഷ പ്രസംഗം ഞങ്ങളുടെ വീട്ടിൽ വേണം. അവനിപ്പോ നോട്ടീസ് അടി, യോഗം, പ്രസംഗരെ തീരുമാനിക്കാൻ ഭയങ്കര തിരക്കാണ് നരകത്തിൽ. ശരിയല്ലേ? അപ്പൊ എന്നെ അബ്രഹാം പറഞ്ഞത്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കട്ടെ, കേൾക്കാൻ വയ്യെങ്കിൽ അവിടെ കിടക്കട്ടെ. അടുത്തവൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ വീട്ടുകാരൊന്നും സാധാരണ യോഗത്തിന് പോകത്തില്ല. ഞങ്ങളുടെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡുള്ള ഫലോമറ്റം മുതൽ വലിയ കുടുംബക്കാരാണ്. അവർക്ക് ഇതൊക്കെ കേൾക്കണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെണ്ണേറ്റി എന്തൊരു പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിചോദിക്കാനൊക്കെ ഇല്ല. എന്റെ സ്റ്റാൻഡേർഡൊക്കെ കൊമ്പ് കുത്തുന്ന ഒരു ദിവസം കൊണ്ട് കേട്ടോ കുഞ്ഞെ, ക്രിസ്തുവിലുള്ള വിശ്വാസിക്ക് ലഭിച്ച ദൈവ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയമില്ലല്ലോ, ഞാൻ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എവിടെ ചെല്ലും നോക്ക്, യാതനാസ്ഥലമെന്ന നരകത്തിന്റെ ആ സബ്ജയിലാണ് ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഈ ജ്വാലയിൽ കിടക്കുന്നത്. എന്നാൽ ദൈവ വൈതലേ, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് അവനോട് കൂടെ വസിച്ച് അവനെ മഹത്വപ്പെടുത്തി ആ ജീവിക്കുന്ന മനോഹരമായ ദിവസങ്ങളെ ഓർത്ത് നമ്മിൽ വെളിപ്പെടുവാൻ പോകും. യേശു വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. രാത്രികാല
പകൽക്കാലം കുഞ്ഞെ നീ രക്ഷിക്കപ്പെട്ട് ആ ദൈവകൃപയിൽ വന്ന് ആ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ അംഗീകരിച്ച് അതേ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച് അതേ വേർപാടും വിശുദ്ധിയും പാലിച്ച് എന്റെ കർത്താവ് എപ്പോൾ വന്നാലും അവനിൽ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്ന പോലെ നിർമ്മലനായാൽ കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാർ എടുക്കപ്പെടും.